50,000 വർഷം ദൈർഘ്യമുള്ളൊരു നൃത്തം, വിചാരണ കാത്തു നിൽക്കുന്ന മഹ്ശറുണ്ട്. ആ മഹ്ശറിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തലക്ക് മുകളിൽ സൂര്യൻ വന്നു നിൽക്കുമെന്നാണ്. ഖിയാമത്ത് നാളിൽ ആ ഒരു ചൂട് യാഥാർത്ഥ്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. തുദ്ന ശംസു യൗമൽ ഖിയാമ, സൂര്യൻ അടുപ്പിക്കപ്പെടും ഖിയാമത്ത് നാളിൽ മിനൽ ഖൽഖി, സൃഷ്ടികളോട്. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മൈൽ അടുക്കലേക്ക് അത് വരുന്നതാണ്. വളരെ അടുത്ത് വന്ന് സൂര്യൻ നിൽക്കുമെന്നാണ്. ഫയകൂനു നാസു അലാ ഖദ്രി അഅ്മാലിഹിം ഫിൽ അർദ്, ഓരോ മനുഷ്യരും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർ വിയർപ്പിൽ നിൽക്കും. മിൻഹും മൻ യകൂനു ഇലാ കഅബൈ, നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കണം. അത്രേ തെറ്റ് ചെയ്തു, അവിടെ നെരിയാണി വരെ വിയർപ്പിൽ നിൽക്കും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി, മുട്ടുവരെ വിയർപ്പുണ്ടായിരിക്കും, അവന്റെ പാപത്തിന്റെ തോതതായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി, ഹഖ്വൈഹ ഖാസിറത്താൻ, അവന്റെ ഊര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമൻ, വിയർപ്പിൽ മുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്, അവന്റെ പാപം അത്ര കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. വഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇലാ ഫിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വായിലേക്ക് ഇങ്ങനെ ചൂണ്ടി പറഞ്ഞു, ഇതുവരെ വിയർപ്പിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പൊ സുഹൃത്തുക്കൾ, അതൊരു യാഥാർത്ഥ്യമാണെന്ന് വെറുതെ ചിന്തിച്ചു. ഈ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നാലോ അല്ലെങ്കിൽ വെറുതെ കൈകൊണ്ടൊന്ന് വീശിയാലോ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. എന്നാൽ 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ലോകത്ത് നിൽക്കേണ്ടി വരുമ്പോൾ ആ ചൂടിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണ്ടേ സുഹൃത്തുക്കളെ? അപ്പൊ ആ ചൂടിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താന്ന് പറയും, ആലോചിച്ചിട്ട് കാര്യമുണ്ട്. അവിടെ തണൽ കിട്ടണമെന്ന് ഒരാൾ വിചാരിച്ചാൽ അവൻ അവിടെ തണൽ നേടാൻ പറ്റും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അല്ല കൊടുക്കണം തണൽ. അല്ല കൊടുക്കാത്തവർക്ക് ആർക്കും തണൽ കിട്ടാത്തൊരു ദിവസമാണ്. അന്നൽ ഇമാമുൽ ആദിൽ, ഏതെങ്കിലും നിലക്കൊരു ഭരണാധികാരമോ ഒരു സ്വാധീനമോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുക, അനീതി ചെയ്യുക, അതല്ലേ നാട്ടിൽ നടക്കുന്ന സുഹൃത്തുക്കളെ. എന്നാൽ അധികാരമുള്ളവൻ ആ അധികാരത്തിൽ നീതി കാണിച്ചാൽ, അവൻ മന്ത്രിയാവട്ടെ, ഖാദിയാകട്ടെ, രാജാവാകട്ടെ, ആരാവട്ടെ, തൻ്റെ ഭരണസ്ഥാനം കൊണ്ട് അധികാരം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നീതിപൂർവ്വം പെരുമാറിയാൽ അവൻ അത് നീതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എപ്പോ അധികാരമുള്ളവർക്ക് അനീതി ചെയ്യാനല്ലേ എളുപ്പം. എന്നിട്ടും അവൻ നീതി ചെയ്തെങ്കിൽ അള്ളാഹു അവനെ ആ ചൂടിൽ അവനൊരു പരിഗണന അല്ല കൊടുക്കും, അവനൊരു തണൽ അള്ളാഹു വിരിച്ചു നൽകും. യുവത്വം അടിച്ചു പൊളിക്കാനാണെന്നാ പറയാം. ഇപ്പോഴൊക്കെ എങ്ങനെ പോവുക, വയസ്സാവുമ്പോ ആലോചിക്കുക, പള്ളി മദ്രസും നിസ്കാരം ഖുർആനൊക്കെ അപ്പ ആലോചിക്കാനാണ്. നല്ല യുവത്വം ഉണ്ടാകുമ്പോൾ, നല്ല പ്രസരിപ്പുണ്ടാകുമ്പോൾ, എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ, അവനെ അള്ളാഹ് നാളെ പരലോകത്ത് ആ കൊടും ചൂടിൽ പരിഗണിക്കാതിരിക്കുകയില്ല. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി എപ്പോഴും ഹൃദയബന്ധമുള്ളവൻ. രാവിലെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് വന്നാൽ പിന്നെ ലോർക്ക് എവിടെ ജമാഅത്ത് കൂടുന്നാണ് മനസ്സിൽ, അത് കഴിഞ്ഞാൽ അസർക്ക് എവിടെ ചെല്ലുന്നാണ്. പള്ളി കണ്ടുമുട്ടിയാൽ തന്നെ പള്ളിക്ക് പുറത്ത് ജമാഅത്ത് കഴിയാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുന്നവന്, അള്ളാഹുവിന്റെ ബൈത്തുമായി മനസ്സ് ബന്ധപ്പെടുത്തുന്നവനും ആ കൊടുംചൂടിൽ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള സൂര്യൻ ഏറ്റവും അടുത്തു വന്നു നിൽക്കുന്ന ആ നാളിൽ അവർക്ക് തണൽ നൽകുമെന്നാണ് പറയുന്നത്. വറജുലാനി തഹാബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടം വെച്ചവൻ. കച്ചവടക്കാര്, പാർട്ട്ണർമാരുണ്ട്, രാഷ്ട്രീയക്കാര്, കൂടെ സവസിക്കുന്നവരുണ്ട്, എല്ലാവരോടും ഇഷ്ടമാണ് സുഹൃത്തുക്കൾ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ന്യായീകരിക്കാനും അവന്റെ ദുശ്ചെയ്തികളെ ന്യായീകരിക്കാനൊക്കെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ദീനിന്റെ പേരിൽ വല്ല ബന്ധമുണ്ട്? ദീനിന്റെ പേരിൽ 2 നമ്പർ നമ്മളെ ഫോണിലുണ്ടോ? ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നാളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച് അള്ളാഹുവിന് വേണ്ടി ഒന്നിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിടെ പ്രത്യേക പരിഗണന കൊടുക്കുമെന്നാണ്. വറജുലുൻ തലബതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, ഒരു നല്ല വ്യഭിചാരത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു സന്ദർഭവും സമയവും വന്നു കിട്ടി. എന്നിട്ട് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഭക്തിപൂർവം, ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തിന്മക്ക് മുന്നിൽ എല്ലാ സാഹചര്യങ്ങളും രഹസ്യമായി മുന്നിൽ വന്നിട്ടും വേണ്ടെന്നു വെച്ചവന് അള്ളാഹു ഒരു പരിഗണന നാളെ ഖിയാമത്ത് നാളിന്റെ നൃത്തത്തിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, എല്ലാവരും സദഖ കൊടുക്കുന്നുണ്ട് ആൾക്കാരെ കാണിക്കാൻ.
ആളുകളിൽ നിന്ന് പ്രസിദ്ധി കിട്ടാൻ ഒക്കെ വേണ്ടി ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അഖ്ഫാഹ, ആ കൊടുത്തത് അവൻ രഹസ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയാത്ത രഹസ്യദാനം. അങ്ങനെ ചെയ്ത് നാളെ പരലോകത്തന്നെ കിട്ടണം. ഇവിടെ ഒരു നിലക്കും അതിനൊരു ഒരു ഒരു ഗുണവും ഒരു പ്രശംസയും കിട്ടരുത്. ഇത് പരലോകത്ത് കിട്ടണം, അത്ര രഹസ്യമായി. അവിടുത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്തതിന് ഒരു പരിഗണന അവിടെ കൊടുക്കാതിരിക്കുകയില്ല എന്നാണ്. ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ. ഇതല്ലാതെ തന്നെ നാളെ പരലോകത്ത് തണൽ കിട്ടുന്നത്. അപ്പോൾ ഈ ചൂട് നമ്മൾ ഓർമ്മിപ്പിടിക്കണം. ഈ എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന ആത്മപരിശോധന അത് എളുപ്പമല്ലേ സുഹൃത്തുക്കൾ?